എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു പായസം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഇതിനാവശ്യമായിട്ടുള്ള കാഷ്യൂസും കിസ്മിസും നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്തതിന് ശേഷം ഇതേ പാനിലേക്ക് നെയ്യ് ചേർത്തിട്ട് ഒരു 1/4 കപ്പ് സേമിയ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് ഓൾറെഡി റോസ്റ്റഡ് സേമിയാണ്, എങ്കിലും ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി 1 കപ്പ് പാലിലേക്ക് ഈ സേമിയ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന ഈ ഒരു ടൈമിൽ ഒരു 4 ഏലക്കയുടെ കുരു ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ മാംഗോയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി എല്ലാം കൂടി ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചവ്വരി വേവിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. പായസത്തിൽ ചവ്വരി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും കിസ്മിസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ഒരുപാടൊന്നും തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ഇത് ഇപ്പോൾ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇതൊന്നും കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട് പായസം. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കി നോക്കിയാലോ? സദ്യക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്കോ നമുക്ക് ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലതുപോലെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയാനും മറക്കരുത്. കൂടുതൽ റെസിപ്പീസുക്കായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്